പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെ വാക്യങ്ങൾ ഇന്ന് നമ്മൾ കൈത്താക്കാലത്തിലെ ഈ 6-ാമത്തെ ശനിയാഴ്ചയിൽ വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു. പരസ്പരം സ്നേഹപൂർവ്വം നമ്മൾ തിരുത്തി കൊടുക്കേണ്ടതിനെ കുറിച്ചാണ് ഈശോ ഇന്ന് പറയുന്നത്. സ്നേഹബന്ധം മുറിയാത്ത രീതിയിൽ പരസ്പര ബന്ധത്തിന്റെ കൂട്ടായ്മയും പ്രാധാന്യവും കടമയും ഈശോ ഇവിടെ എടുത്തു കാണിക്കുകയാണ്. എന്താണ് ഈശോ ഇതിലൂടെ നമ്മളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം? പ്രധാനമായും 2 ചിന്തകളിൽ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഒന്ന്, ഈശോ പറയുന്നു, നിങ്ങൾ പരസ്പരം തെറ്റുകൾ തിരുത്തി കൊടുക്കണം. കാരണം മറ്റുള്ളവരുടെ ആത്മരക്ഷയിൽ നമുക്കും ഓരോരുത്തർക്കും ഓരോ പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് തിരുത്തി കൊടുക്കണമെന്ന് ഈശോ പറയുന്നു. ഞാൻ നന്നായി ജീവിക്കുന്നു, എൻ്റെ സഹോദരൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, അത് അവൻ്റെ കാര്യമാണ് എന്ന് വളരെ ലാഘവപൂർണമായ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ദൈവസന്നിധിയിൽ തെറ്റാണ് എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ആത്മരക്ഷ, മറ്റുള്ളവരുടെ ഭൗതികമായ രക്ഷയിൽ പോലും നമുക്ക് ഒരു പരിധി വരെ അവരെ സഹായിക്കാനും അവരോട് അനുഭാവപൂർവ്വം പെരുമാറാനും അവരെ പരിഗണിക്കാനും ഒക്കെ നമുക്ക് കടമയുണ്ട്. ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ ശാരീരികമായി ചെയ്തു കൊടുക്കാമായിരുന്ന ചില നന്മകൾ, ഭൗതികമായി കൊടുക്കാമായിരുന്ന ചില നന്മകൾ കൊടുക്കാത്തത് പോലും ആ ധനവാന് വലിയ ശിക്ഷയിലേക്ക് പോകുന്നതിന് കാരണമായത് നമുക്കറിയാം. അപ്പോൾ ആത്മരക്ഷയിലും നമ്മുടെ സഹോദരങ്ങളുടെ ആത്മരക്ഷയിലും നമുക്ക് ഓരോരുത്തർക്കും നിർണായകമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. ഒരാൾ തെറ്റിലേക്ക് അകപ്പെട്ടു പോകുമ്പോൾ അയാളോട് സ്നേഹപൂർവ്വം തിരുത്താനും പറഞ്ഞു കൊടുക്കാനും സാധിക്കേണ്ടതും നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. കാരണം ഈശോയുടെ മക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും സഹോദരങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പരസ്പരമുള്ള ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാനുണ്ട്. അത് അവരുടെ കാര്യമാണ്, ഞാൻ അതിൽ തലയിടേണ്ടതില്ല എന്ന് ചിന്തിച്ചു മാറുകയല്ല. മറ്റുള്ളവരെ രക്ഷിക്കാൻ നമ്മളാലാവുന്ന പരിശ്രമം നടത്തണം. അതെങ്ങനെ നടത്തണമെന്ന് ഈശോ പറയുന്നു. സ്വയം നമുക്കൊരാൾക്ക് പോയി സംസാരിച്ച് ശരിയാക്കാൻ പരിശ്രമിക്കാം. 2-3 പേരുടെ സഹായം കൂടി അല്ലെങ്കിൽ സഭയോട് പറഞ്ഞ് സാധിക്കുന്ന എല്ലാ രീതിയിലും മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് നമ്മൾ ഉത്സാഹിക്കണം, അതിനുള്ള മുൻകൈ എടുക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഈശോ പറയുന്നത്, നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് അവന് തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒരാളെ തിരുത്തി കൊടുക്കാൻ, അയാളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആദ്യം നടത്തേണ്ട ഒരു പരിശ്രമം അയാളെ മാത്രം കണ്ടെത്തി അയാളുടെ അടുത്ത് ചെന്നത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാവും ഈശോ അങ്ങനെ പറഞ്ഞത്? നമ്മൾ നല്ലൊരു കാര്യമാണെങ്കിലും ഒരു തെറ്റ് തിരുത്തുന്നതാണെങ്കിലും മറ്റൊരാളുടെ മുമ്പിൽ വെച്ച്, ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ അത് എത്ര നല്ലതാണെങ്കിലും എത്ര നല്ല രീതിയിൽ പറഞ്ഞാലും അതൊരു പക്ഷേ ഒരു ആക്ഷേപിക്കലായി, ഒരു ഇൻസൾട്ടിങ് ആയി കേൾക്കുന്നയാൾക്ക് തോന്നുകയുള്ളൂ. മറ്റാരും കേൾക്കാനില്ലാത്തപ്പോൾ അത് അയാൾ മാത്രം കേൾക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകും അത് എന്നെ തിരുത്തി തരുന്നതാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വേറൊരാളെ തിരുത്തുമ്പോൾ അത് അയാളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ, അധിക്ഷേപിക്കുന്നത് പോലെ, അപമാനിക്കുന്നത് പോലെ അത് കേൾക്കുന്നയാൾക്ക് തോന്നുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഉപദേശം, നല്ല ഉപദേശം ഒട്ടും സ്വീകരിക്കാനും തയ്യാറാകണമെന്നില്ല. അതുപോലെ തന്നെ അത് പറയുന്നയാൾക്കും നല്ലൊരു പ്രയോജനത്തിലെത്തി എന്ന് ആശ്വസിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഈശോ പറയുന്നു, നീ സഹോദരനെ തിരുത്തുമ്പോൾ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് അവനെ തിരുത്തി കൊടുക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് അപമാനിക്കുകയല്ല. ഏതവസ്ഥയിലുള്ള ആളിനെ ആയാലും അയാൾ അർഹിക്കുന്ന ഒരു ബഹുമാനം അയാൾക്ക് കൊടുക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. മറ്റുള്ളവരുടെ ഭൗതികമായ ആവശ്യങ്ങളിൽ പറ്റുന്നത് പോലെ സഹായിക്കാനുള്ള കടമ പോലെ ആത്മീയ ആവശ്യങ്ങളിലും മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിലും പറ്റുന്നത് പോലെ അവരെ സഹായിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കടമയുണ്ടെന്ന് കർത്താവെ ഇന്ന് ഞങ്ങളെ അങ്ങ് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ മറ്റുള്ളവർക്ക് തെറ്റുകൾ തിരുത്തി കൊടുക്കേണ്ടവരും ഞങ്ങളെ ആരെങ്കിലും തിരുത്തുമ്പോൾ അത് ഗൗരവപൂർവ്വം സ്നേഹപൂർവ്വം അത് സ്വീകരിച്ച് സ്വയം തിരുത്താൻ തയ്യാറാകേണ്ടവരുമാണെന്നുള്ള കാര്യം കൂടെ ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് ഞങ്ങൾക്ക് തെറ്റുകൾ തിരുത്തി തരുമ്പോൾ ഞങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി അത് തിരുത്താനുള്ള ഹൃദയ വിശാലതയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിച്ച് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു ഉത്സാഹവും പ്രേരണയും ഒക്കെ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.